ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ മൊബൈൽ ഒന്ന് ഓപ്പൺ ചെയ്യേണ്ട താമസമുള്ള പരസ്യത്തോട് പരസ്യമാണ് അല്ലേ. മാത്രമല്ല മറ്റൊരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്ത് അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ അടുത്ത് മറ്റേ മക്കളുടെ അടുത്തൊക്കെ നമ്മൾ ഫോൺ കൊടുക്കുന്ന സമയത്ത് അതിൽ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ള പല പരസ്യങ്ങളൊക്കെ വരും. നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഒഴിവാക്കുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാം, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ സെറ്റിംഗ്സ് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. മാത്രമല്ല ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മൊബൈൽ ഓപ്പൺ ചെയ്തു. നമ്മുടെ ഹോം സ്ക്രീനിൽ ഗൂഗിൾ ക്രോം എന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തു. അവിടെ നമുക്ക് മുകളിൽ 3 ഡോട്ട്സ് കാണാം. ആ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യാം. 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കിയിട്ട് ഫോണിൽ ചെയ്ത് വെക്കുക. ഇവിടെ നമുക്ക് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറഞ്ഞു ചെയ്തു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നാൽ ഇവിടെ നമുക്ക് കാണാം സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. സൈറ്റ് സെറ്റിംഗ്സ്. ആ സൈറ്റ് സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സൈറ്റ് സെറ്റിംഗ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കാണുന്നുണ്ട്. അവിടെ നമുക്ക് വേണ്ടത് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റീവ് ആഡ്സ് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ഇവിടെ അലൗഡ് ആണ് കാണിക്കുന്നത്. ഇൻട്രസ്റ്റീവ് ആഡ്സ്, അതായത് നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ആഡുകളാണ് ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് അർത്ഥം. അത് ഇവിടെ അലൗഡ് ആണ് കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങളത് ഇവിടെ എനേബിൾ ആണെങ്കിൽ അതൊന്ന് ഡിസേബിൾ ചെയ്ത് കൊടുക്കുക. അതായത് എനി സൈറ്റ്സ് ദാറ്റ് യു വിസിറ്റ്സ് ക്യാൻ അലൗ, കണ്ടില്ലേ? അതായത് നിങ്ങൾ ഏത് സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അതിൽ നിന്ന് നിങ്ങൾക്ക് പരസ്യങ്ങളും അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആഡ്സുകൾ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ആ അലൗ ചെയ്തിരിക്കുന്ന സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓഫ് ചെയ്ത് വെക്കുക. ഇനി രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ തൊട്ട മുകളിൽ കാണുന്ന പോപ്പപ്സ് ആൻഡ് റീഡയറക്ട്സ് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് പോപ്പപ്പുകളും നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് നമ്മളൊരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്താൽ അത് റീഡയറക്റ്റ് ചെയ്തിട്ട് മറ്റേതെങ്കിലും അനാവശ്യ വെബ്സൈറ്റിലേക്ക് പോകുന്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പോപ്പപ്സ് ആൻഡ് റീഡയറക്ട്സ് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കണ്ടില്ലേ 3 സൈറ്റുകൾക്ക് നമുക്കത് അലോ ആയിട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള അനാവശ്യമായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഫോണിലേക്ക് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ഇത് ഓഫ് ചെയ്ത് വെക്കുക. പോപ്പപ്സ് ആൻഡ് റീഡയറക്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കുക. പോപ്പപ്സ് ആൻഡ് റീഡയറക്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 2 സെറ്റിംഗ്സ് നിങ്ങൾ ചെയ്ത് വെക്കുക. കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. തേർഡ് പാർട്ടി കുക്കീസ് ആർ അലൗഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതും നമ്മൾ എന്ത് ചെയ്യണം, ഓഫ് ചെയ്ത് വെക്കുക. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അലൗ തേർഡ് പാർട്ടി കുക്കീസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന് പകരം നമ്മൾ ഏറ്റവും താഴെയുള്ള ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ആണ് നമ്മൾ എനേബിൾ ചെയ്ത് വെക്കേണ്ടത്. ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. അതും കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 90% നമ്മുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങൾ അതുപോലെ അശ്ലീല വെബ്സൈറ്റുകൾ കാര്യങ്ങളിലേക്കൊക്കെ കയറുന്നൊക്കെ നമുക്ക് ഒഴിവാക്കാനും പറ്റും. ഇവിടെ നമുക്ക് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസും കൂടി നമ്മൾ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഇനി അടുത്തായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഫോൺ ഓപ്പൺ ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആപ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കാണാം. ആപ്സ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്പുകൾ. ആ ആപ്പുകളിൽ നിന്ന് നമുക്ക് വരുന്ന അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ആപ്സ് ഓപ്പൺ ചെയ്യാം. അവിടെ നമുക്ക് ആപ്പ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആപ്പ് മാനേജ്മെൻറ്റ്. ആ ആപ്പ് മാനേജ്മെൻറ്റ് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആപ്ലിക്കേഷൻസും നമ്മൾ കാണാം. അതിൽ നിങ്ങൾ ഓരോ ആപ്സിലും പോയിട്ട് നോക്കുക. അതിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഇവിടെ കണ്ടില്ലേ, ക്രോമിലൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നമ്മളിവിടെ മാനേജ് നോട്ടിഫിക്കേഷനിൽ അലൗ ആണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക. അലൗ കൊടുത്തിരിക്കുന്നത് അലൗ നോട്ടിഫിക്കേഷൻസ് ടേൺ ഓഫ് ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ആപ്ലിക്കേഷൻസിലും, അതായത് ആപ്ലിക്കേഷന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് വഴി നിങ്ങൾക്ക് വരുന്ന പരസ്യങ്ങൾ ഇവിടെ ബിങ്ങിൽ നോക്കാം. ബിങ്ങിൽ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ബജാജ് ഫിനാൻസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അലൗ നോട്ടിഫിക്കേഷൻസ് നമ്മളൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് അത്യാവശ്യമാണ്, അത് ബാങ്കിൻ്റെ ഒക്കെ ചിലപ്പോൾ വേണം എന്നുണ്ടെങ്കിൽ അത് മാത്രം ഓൺ ചെയ്ത് വെക്കുക. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് പരസ്യങ്ങൾ വരുന്നത് എന്നുള്ളത് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ആപ്ലിക്കേഷനിൽ കയറിയിട്ട് മാനേജ് നോട്ടിഫിക്കേഷനിൽ പോയി നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് വെക്കുക. ഇവിടെ കണ്ടില്ലേ, ബിങ്ങിൽ മാനേജ് നോട്ടിഫിക്കേഷൻസിൽ പോയി നമുക്ക് ഈ അലൗ നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ, അശ്ലീലമായിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് വരുന്ന പല പല ചിത്രങ്ങൾ, അതുപോലെ തന്നെ വീഡിയോസ്, ഇതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും.
ഞാൻ ഈ പറഞ്ഞു തന്നിരിക്കുന്ന സെറ്റിംഗ്സുകളൊന്നും നിങ്ങളുടെ ഫോണിൽ ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചോളൂ. അതിനുശേഷം നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അശ്ലീലമായിട്ടുള്ള പരസ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ നിന്ന് വേറൊരു വെബ്സൈറ്റിലേക്ക് റീഡയറക്ട് ചെയ്ത് പോകുന്ന കാര്യങ്ങളൊന്നും ഇനി നടക്കില്ല. ഇതുപോലുള്ള നല്ല നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ, തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല അടിപൊളി ഇൻഫോർമേറ്റീവ് വീഡിയോസുമായി വരുന്നവർ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.